ഒരു സൗഭാഗ്യത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷു. അത് പ്രവാസ ലോകത്ത് അതിൽ പല അർത്ഥങ്ങളുണ്ട്. എന്തായാലും ഒരു പാട്ടിലേക്ക് പോകാം. ഇവിടെ ഏറ്റവും കൂടുതൽ വിഷു കാലത്ത് റേഡിയോയിലായാലും നമ്മൾ ടി വിയിലായാലും ഏത് മാധ്യമം എടുക്കുകയാണെന്നുണ്ടെങ്കിലും പുതിയ സിനിമ, പുതിയ പാട്ടുകൾ, പുതിയ രീതിയിലുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും. പക്ഷേ എക്കാലത്തെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷു പാട്ടിലേക്ക് തന്നെ പോകാം. കണി കാണും നേരം കമലനേത്രന്റെ നിറമേഴും വർണ്ണ തുകി ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണിണം ഭഗവാനെ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേഴും വർണ്ണ തുകി ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണിളം ഭഗവാനെ. ഇപ്പോൾ ഈ നിമ്മിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിമ്മി പറഞ്ഞൊരു കാര്യം, ഈ ഒരു പാട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ വിഷു ഇല്ല. കാരണം നമുക്ക് നമ്മുടെ സിനിമകളായാലും സാഹിത്യമായാലും വിഷുവിനെ കുറിച്ച് പറയുന്നത് വളരെ കുറച്ചായി പോയി. അതെന്താണ്? നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിന്റെ ബന്ധം വിട്ടുപോകുന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് കുഴപ്പമാകും, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ അമേരിക്കയിലും പിന്നെ കൊറിയയിലും ഒന്നും വിഷു ഓണം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് വരുന്ന സിനിമകൾ മോഷ്ടിച്ചും അതിൻ്റെ കഥകൾ കട്ടെടുത്തും സിനിമ ഉണ്ടാക്കുന്ന ഞാനടക്കമുള്ള ആൾക്കാർ അവിടെ എങ്ങനെ വിഷു ഉണ്ടാവുക, വിഷുവിൻ്റെ പാട്ടുണ്ടാവുക? മനസ്സിലായില്ലേ? നല്ലൊരു ശതമാനം അങ്ങനെയാണ്. ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന നിസ്സാരമായ ഒരു കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പം പിന്നെ അവൾ പാടുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരല്പനേരം വിഷു എന്നുള്ളതിലുപരി നമ്മുടെ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് പോവാണ്. സ്കൂൾ വിട്ട് എന്നിട്ട് നമ്മൾ എപ്പോഴൊക്കെയോ റേഡിയോയിൽ കേട്ടിട്ടുള്ള ആ പാട്ട്, ഒരു കാലമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ചോർന്നു പോയിരിക്കുന്നു. അപ്പം സിനിമയൊക്കെ അതിൽ നിന്നൊക്കെ അകന്നു പോയിട്ട് വളരെ അപൂർവമായി മാറിയിട്ടുണ്ട്. പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു പാട്ടിൻ്റെ സാഹചര്യമോ അപ്പം നമ്മൾ നമ്മുടെ കഥ പറയാത്തതുകൊണ്ടായിരിക്കും. അത് മാത്രമല്ല, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ വിഷുവിൻ്റെ കഥ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന പോലെ തന്നെ ചില ഗാനങ്ങളും നമ്മൾ കൈമാറാറുണ്ട്. ഈ കണി കാണും നേരം എന്നുള്ള പാട്ട് ഇതുപോലെ കൈമാറി വന്നിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം കൊന്നാന്നോ അല്ലെങ്കിൽ വിഷുവിനെ റിലേറ്റ് ചെയ്ത് ഏതൊരു വാക്ക് ഉപയോഗിച്ച് പാട്ടുണ്ടാക്കിയാലും കണി കാണും നേരം എന്നുള്ളൊരു പാട്ടിന് എനിക്ക് തോന്നുന്നില്ല റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഒരു വീട്ടിൽ നമ്മൾ ഈ വിഷുക്കാലത്ത് നമ്മൾ വിഷുക്കണി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വിഷുക്കണി വെച്ചതെല്ലാം അതെന്ത് ചെയ്യും? എപ്പോഴും ഉള്ളൊരു സംശയമാണ്. ഈ കിറ്റാണെങ്കിലും ശരി, അല്ലാതെ കണി വെക്കുകയാണെങ്കിലും ശരി, ഈ കണി വെച്ച് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ലാതെ എന്താണ് ചെയ്യുന്നത്? മിക്കാറും തേങ്ങയൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇരിക്കുക. അത് നമുക്ക് മുറിക്കാനും എടുക്കാനൊന്നും പറ്റില്ല. അതൊക്കെ അങ്ങനെ കളയാണ് മിക്കാറും ചെയ്യുക. ചിലത് ഉപയോഗിക്കാറുണ്ട്. ചില പച്ചക്കറികൾ, ഫ്രൂട്ട്സൊക്കെ ചിലപ്പോൾ എടുത്ത് വെക്കും, അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അല്ലാതൊക്കെ എടുത്ത് കളയാണ് ചെയ്യാറ്. പിന്നെ അരിയൊക്കെ ഉണ്ടാവും, അത് അതുപോലെ തന്നെ പൂജ അവിടെ തന്നെ വെക്കും. കൈനീട്ടത്തിൻ്റെ കാര്യം എടുക്കാം. പ്രവാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കൈനീട്ടി ശീലിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും. എന്ന് വെച്ചാൽ ആവശ്യങ്ങൾ കൂടുതലാണ്. ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലൊരു കൈനീട്ടം എന്തായിരിക്കാം ഒരു പ്രവാസിക്ക് ലഭിക്കുക? ദിനേഷിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഏറ്റവും നല്ല കൈനീട്ടം? ഇല്ല, എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല കൈനീട്ടം എന്താണെന്നുള്ളത് നമ്മുടെ കുടുംബത്തോടൊപ്പം ഇനിയുള്ള കാലം ജീവിക്കട്ടെ എന്നുള്ള ഒരു സ്വപ്നമുണ്ടല്ലോ. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്നുള്ള രീതിയിൽ എത്രയും പെട്ടെന്ന് ഈ പ്രവാസ ജീവിതം മതിയാക്കി കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ കൈനീട്ടമായി ഞാൻ കാണുന്നത്. എനിക്കതാണ് ആഗ്രഹമുള്ളത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എൻ്റെ മക്കളുടെയും കൂടെ ഇനിയുള്ള കാലം ജീവിക്കണം. അതിന് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ആ കടമ്പകൾ എത്രയും പെട്ടെന്ന് കടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ വിഷു കൈനീട്ടം. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഈ വിഷു കൈനീട്ടം പറയുമ്പോൾ നാട്ടിൽ ഈ കിട്ടുന്ന കൈനീട്ടം മുഴുവനും കണക്ക് കൂട്ടി ഫ്രണ്ട്സ് എല്ലാം കൂടെ നിനക്ക് എത്ര കിട്ടി, എനിക്ക് എത്ര കിട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു അത് പ്രവാസ ലോകത്ത് തീർച്ചയായിട്ടും ഇല്ല. ഇവിടെ എന്താണ് ഏറ്റവും ബെസ്റ്റ് കൈനീട്ടം ഒരു വീട്ടമ്മ എന്ന രീതിയിൽ? രാവിലെ ഭർത്താവ് തരും, കൈനീട്ടം തരും. അല്ലാതെ വേറെ ആരെങ്കിലും അത് മാത്രമേ കിട്ടാറുള്ളൂ. പിന്നെ മോൾക്ക് കിട്ടും, വരുന്നവരൊക്കെ കൈനീട്ടം കൊടുക്കാറുണ്ട്. പക്ഷെ നാട്ടിൽ നമുക്ക് കിട്ടിയ ആ ഒരു കൈനീട്ടമോ അങ്ങനെയൊന്നും ലഭിക്കാറില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലിയുണ്ട്. ഇവിടെ നമ്മളെ എത്രയോ നാഷണാലിറ്റീസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരെയൊക്കെ നമ്മൾ വിഷു പഠിപ്പിക്കുക, വിഷു കൈനീട്ടം എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, കൈ നീട്ടുക, വാങ്ങിച്ചു വെക്കുക. അവരെല്ലാം പ്രായം കൂടുതലുള്ള അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. അതായത് ഇങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് വരും, അപ്പൊ വിഷു കൈനീട്ടം തരാം, ദൈവാനുഗ്രഹം കിട്ടുന്നൊക്കെ പിടിച്ചോളൂ, കൈ വാങ്ങിക്കാം. ഇവിടെ വേറെ കാര്യം പറഞ്ഞേ, ഈ സ്ത്രീക്കും പുരുഷനും തുല്യമായ പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞിട്ട്
പറയുന്നൊരു കാലത്ത് ഭർത്താവ് കൈനീട്ടം തരുന്നത് ഇതെന്ത് ഭാര്യയ്ക്ക് കൈനീട്ടം ഭർത്താവിന് കൊടുത്തൂടെ? അത് നല്ലൊരു കോൺസെപ്റ്റാണ്. ആ മൂത്തവരിൽ നിന്നാണ് വാങ്ങുക എന്നൊരു ഇതല്ലേ കൈനീട്ടം, മുതിർന്നവരിൽ നിന്ന്. അല്ല റസാക്ക് എന്താ അറിയോ, ഈ ഭർത്താവ് തരുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അവസാനം ഇത് ചെന്ന് എത്തുന്നവരുടെ ഇല്ല തിരിച്ചു വാങ്ങും. അത് തന്നെ അത്രേ ഉള്ളൂ. തന്നെയാണ്. അങ്ങനെ അങ്ങനെ ഉണ്ടാവാം. വ്യത്യാസമുണ്ട്. അതെ. അങ്ങനെ സാധ്യതയില്ലല്ലോ. ഒരിക്കൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏതായാലും അതിനകത്തും എനിക്ക് തോന്നുന്ന വെച്ചാൽ ഈ കൈനീട്ടം നൽകുക എന്നുള്ളതിനകത്ത് ഭയങ്കരമായ ഒരു എന്താ പറയുക, ഒരു പൈതൃകത്തെയാണ്. അതാണല്ലോ ഈ വീട്ടിലെ കാരണവരായാലേ മുത്തശ്ശനായിരുന്ന ഒരാൾ ചെറിയ തുകയായിരിക്കും, തുകയല്ല അതിൻ്റെ കാര്യം. ഒരു പൈതൃകത്തെയാണ് നൽകുന്നത്, ഐശ്വര്യത്തെയാണ് നൽകുന്നത്. അത് സൂക്ഷിക്കുക, അതിന് നന്മ സൂക്ഷിക്കുക. അതെല്ലാവരും തമ്മിലാവാം. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ മാറിയിട്ട് പണ്ട് മനുഷ്യന് ആൾക്കാർ കൈക്കടം കൊടുക്കാറുണ്ടായി. എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്നെ സഹായിക്കുന്നു നിങ്ങളാരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്നോട് റസാഖ് ഭായി എനിക്ക് ഇങ്ങനെ ഒരു 10,000-15,000 രൂപ വേണമായിരുന്നു. അയ്യോ എൻ്റെ കയ്യിലില്ല, പുള്ളിയുടെ കയ്യിലുണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ, പക്ഷേ 1000-ന് 100 എൻ്റെ. ഇതാണ് നമ്മുടെ കൈനീട്ട സംസ്കാരം അവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പണം, പറഞ്ഞതല്ലേ. അപ്പോൾ അതൊക്കെ തിരിച്ച് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെയൊന്നും അല്ലാത്ത ജീവിതമുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുട്ടികളെ എന്ന് നമ്മളെ എവിടെയോ ഏതോ ഇരുട്ടിൽ ഏതോ മറവിലിരുന്നു കൊണ്ട് നമ്മളെ മുത്തശ്ശന്മാരും നമ്മുടെ സംസ്കൃതിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആഘോഷിക്കുകയും ഇതൊക്കെ മുറുകെ പിടിക്കുകയും ചെയ്യൽ എന്നും നമുക്കൊരാവശ്യമാണ്. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കലും നമുക്ക് ആവശ്യമാണത്. അതിലുപരി സൗഹൃദങ്ങൾ വളരുന്ന ഒരു സമയം കൂടാണിത്. അതെ, നാട്ടിൽ പണ്ട് ഒരു തറവാട്ടിലുണ്ടാകുന്ന ഒരു ചിട്ട, ഒരു വർഷം മുഴുവനും കൃഷി കഴിഞ്ഞ് ആ കാർഷിക സമൃദ്ധി അത് കണി കണ്ട് ഉണർന്നു കഴിയുമ്പോൾ അവിടെ ജോലി ചെയ്തവർക്ക് അവരുടെ ഒരു പങ്ക്, ഒരു സന്തോഷം, ആ ഒരു പണം കൊടുക്കുകയും അവർക്ക് ആ ഒരു കോടി കൊടുക്കുകയും ആ ദിവസം ഒരു ആഘോഷമാക്കി കാർഷിക ഒരു സമൃദ്ധിയെ നമ്മൾ ഓർക്കാനും അതിനോടൊപ്പം കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു രീതിയായിരുന്നു വിഷു. ഇന്ന് പ്രവാസ ലോകത്ത് വിഷു മറ്റൊരു രീതിയിലാണ്. ഇന്ന് കൂട്ടായ്മയുടെ വിഷുവാണ്. ഇന്ന് സന്തോഷത്തിന് എല്ലാവരും ഒത്തുചേരണം. ഇപ്പോൾ റസാഖ് ഇവിടെ വന്ന് വിഷു നമ്മളോടൊപ്പം ആഘോഷിക്കുന്ന ആ ഒരു സന്തോഷം ഇപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വിഷു ആഘോഷിക്കുമ്പോൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കുറേ കാര്യങ്ങളുമുണ്ട്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അപ്പോൾ നല്ലൊരു വിഷു തന്നെ ആയിരിക്കട്ടെ ഈ വിഷു, ഇനി വരുന്ന എല്ലാ വിഷു.